ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അതും വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു കേക്കാട്ടോ. നല്ല ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടു പോകല്ല കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയില്ലേ, മിൽക്ക് പൗഡർ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ കേക്കില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ബീറ്ററാട്ടോ എടുത്തിട്ടുണ്ടായത്. ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി. ഇനി ഇത് മിക്സ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 5 മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത മുട്ട ചെറിയ മുട്ട ആയതുകൊണ്ട് കേട്ടോ 5 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്നത് വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. അങ്ങനെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നിറച്ചും എടുത്തിട്ടില്ല പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. പക്ഷെ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഫുള്ള് വെച്ചാൽ അതിൽ നിന്ന് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ ഇതേപോലെ നല്ലപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക നല്ലപോലെ പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ എഗ് ബാറ്റർ നല്ലപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റിച്ച് ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗീ ആട്ടോ എടുത്തിട്ടുള്ളത്. ഗീയോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഗീയും ബട്ടറിലും ആക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഏകദേശം 1/4 കപ്പ് ഗീ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എഗ് ബാറ്ററിലേക്ക് നമ്മൾ മൈദ മിക്സ് ഇട്ട് കൊടുത്ത് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ പകുതി ഇട്ട് കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്ലോലി ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിൽ മീൻസ് നമ്മൾ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗീയും കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗീയും നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൈദ മിക്സും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ഈ മിക്സ് ആക്കുന്നൊക്കെ കാണുമ്പോൾ വിചാരിക്കും നല്ല ടാസ്ക്. പക്ഷേ നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ ഇറങ്ങി നോക്കി, സംഭവം സിമ്പിളാട്ടോ. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല കേട്ടോ. ഇനി നമ്മൾ മിക്സ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഓയിൽ മെൽറ്റ് ചെയ്തിട്ടില്ലേ, അതേ പാനിലാട്ടോ ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് ഇനി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ ഏകദേശം കുറച്ച് ഓയിൽ ബാക്കിയുണ്ട് കേട്ടോ. ഗീ ആട്ടോ ഉള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതേപോലെ മുട്ടിക്കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിലെ ബബിൾസൊക്കെ പോകും. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു ടൂപ്പിക്കാൻ്റെ എടുത്ത് ഒന്ന് ജസ്റ്റ് ആ കേക്കിലേക്ക് കൂടി ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. അതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങനെ പോകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് പഴയ നോൺ സ്റ്റിക്ക് പാനായിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പക്ഷെ ഞാനിങ്ങനെ ആട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം എനിക്ക് ഈ ഒരു കേക്ക് റെഡിയാവാൻ 20 മിനിറ്റ് എടുത്തിട്ടുണ്ടായി. സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോ കളറാണ് ഈ ഒരു കേക്ക് ഉണ്ടാവട്ടോ. സംഭവം നല്ല അടിപൊളി മണവും അതേപോലെ നല്ല സോഫ്റ്റും അതേപോലെ ടേസ്റ്റിയാടാ. ഇത് കട്ടയുമില്ലേ, നമുക്ക് ഒരു പേടിയുണ്ടാവും ഇത് ഫുള്ളായിട്ട് ഇതായിപ്പോവും. പക്ഷേ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ചൂടോടുകൂടി നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒന്ന് ചൂട് കുറച്ച് നാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നോക്കിയേ, അതിൻ്റെ ഇടയ്ക്കല്ലേ എൻ്റെ ട്രൈപ്പോഡ് ഒരാൾ വലിച്ചതാ കണ്ട. സംഭവം ഇല്ലേ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് കഴിച്ചെന്നെ നോക്കണം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ, ഇതിങ്ങനെ മടക്കിയാലും ഇങ്ങനെ തന്നെ നിവർന്ന് വരും. അത്രയും സോഫ്റ്റ് ആട്ടോ. ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ. അത്രയും ടേസ്റ്റിയും അത്രയും സോഫ്റ്റും, അതേപോലെ പാൽപ്പൊടിയും മൈദയും മാത്രം മതി, പിന്നെ ഗീയും, പിന്നെ ഒരു 4 മുട്ടയും. അത് വിചാരിക്കും ആകെ ഇത്ര മതി എന്നിട്ട് ഇത്ര ഐറ്റംസ് ആയില്ലേ എന്നല്ലേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇനിയൊന്നും എടുത്ത് കാണിച്ചു തരാം കേട്ടോ. സംഭവം നല്ല സോഫ്റ്റാണ്. ഞാൻ കുറേ വട്ടം പറഞ്ഞു, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഈ ഒരു കേക്ക് അമർന്നു പോകുന്നില്ല. എന്നാൽ പിന്നെ ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയുന്നത് ചെയ്യ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.